വിനയ് തോമസ് എന്ന എഴുത്തുകാരൻ്റെ ആദ്യ നോവൽ കരിക്കോട്ടക്കരി 2014 DC കിഴക്കേമുറി ജന്മശതാബ്ദി നോവൽ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രചന. അന്ന് 1.5 മാസം കൊണ്ട് മര്യാദയ്ക്കൊന്ന് പകർത്തിയെഴുതാൻ പോലും സാധിക്കാതെ ഉണ്ടാക്കിയെടുത്ത ഒരു കുഞ്ഞാപ്പി നോവൽ 8 വർഷങ്ങൾക്കു ശേഷം എഴുത്തുകാരൻ തന്നെ പുതുക്കിയെഴുതിയ പതിപ്പ്. അധികാരത്തിൽ കുടുംബത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് കരിക്കോട്ടക്കരി തുടങ്ങുന്നത്. വൈദേശികവും തദ്ദേശീയവുമായ 2 കുലീന പാരമ്പര്യങ്ങളുടെ കൂടിച്ചേരലിൽ നിന്നും ഉടലെടുത്തതാണ് അധികാരത്തിൽ കുടുംബം. കേരള ക്രൈസ്തവ ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനമുള്ള അധികാരത്തിൽ കുടുംബത്തിന് തങ്ങളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ചില കർശന നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാത്തവരുടെ സ്ഥാനം കുടുംബത്തിന് പുറത്താണ്. അത്തരമൊരു സവർണ കുടുംബത്തിൽ അന്നോളം ഇല്ലാത്ത വിധം ഒരു കറുമ്പനായിയാണ് അധികാരത്തിൽ ഫിലിപ്പോസിൻ്റെയും റോസമ്മയുടെയും മകനായി ഇറാനിമോസ് ജനിക്കുന്നത്. മാമോദിസയുടെ അന്ന് കുഞ്ഞിനെ കണ്ടവരെല്ലാം രഹസ്യമായി പറഞ്ഞു, അയ്യോ, ഇതൊരു കരിക്കോട്ടക്കരിക്കാരനാണല്ലോ. ഇറാനിമോസിന്റെ ജീവിതത്തിൽ കരിക്കോട്ടക്കരി ആദ്യമായി ഇടപെട്ടത് അന്നാണ്. 42 വർഷങ്ങൾക്കു ശേഷം ഇറാനിമോസ് ഫിലിപ്പോസ് തൻ്റെ വിസ്മയകരമായ ചരിത്രം എഴുതാനിരുന്നപ്പോൾ തലക്കെട്ടായി കുറിച്ചിട്ടു കരിക്കോട്ടക്കരി. കരിക്കോട്ടക്കരി പറയുന്നത് ഇറാനിമോസിന്റെ മാത്രം ചരിത്രമല്ല, മറിച്ച് നിക്കോളാച്ചനുണ്ടാക്കിയ പുലയരുടെ കാനൻ ദേശമെന്നറിയപ്പെടുന്ന കരിക്കോട്ടക്കരിയുടെ ചരിത്രം കൂടിയാണ്. തൻ്റെ പിതൃത്വത്തിൽ സംശയിച്ച് തന്നെ മൂടിയ കറുപ്പിൻ്റെ ഉത്തരം തേടി ഇറാനിമോസ് ഇറങ്ങുമ്പോൾ അവനു മുൻപിൽ തെളിഞ്ഞത് നൂറ്റാണ്ടുകളായുള്ള ചേരമൻ്റെ ജീവിതമായിരുന്നു. മണ്ണിൻ്റെ ഉടയോന്മാരായിരുന്ന പുലയ ജനതയുടെ ചരിത്രം. നിറം കൊണ്ടും കുലം കൊണ്ടും അടിമയാക്കി വെച്ചവരിൽ നിന്നും രക്ഷപ്പെടാൻ ചിലർ തൻ്റെ പാരമ്പര്യത്തെ ഉപേക്ഷിച്ചപ്പോൾ അതേ പാരമ്പര്യത്തെ ചേർത്ത് പിടിച്ച് പൊരുതിയ ചാഞ്ചൻ വലിച്ചനും ഒന്നിനും അടിമയാകാതെ ജീവിച്ച കണ്ണമ്മ, ബിന്ദു തുടങ്ങിയ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയും സ്വന്തം മകന്റെ പിതൃത്വം വരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടും ഒന്ന് ശബ്ദിക്കാൻ പോലും ആകാതെ ഒടുങ്ങിപ്പോയ റോസമ്മയെയും നമുക്ക് ഈ നോവലിൽ കാണാം. കേരളത്തിൽ നിലനിന്നിരുന്ന വർണ്ണജാതി വിവേചനത്തിന്റെ ക്രൂരതകളും അടിച്ചമർത്തലുകളെയും പുലയരുടെയും പുതുക്രിസ്ത്യാനികളുടെയും ജീവിത സംഘർഷങ്ങളെയും വളരെ ഹൃദയസ്പർശിയായി എഴുത്തുകാരൻ ഈ നോവലിൽ വരച്ചു ചേർത്തിരിക്കുന്നു. കവർ പേജിൽ പറയുന്നത് പോലെ സ്വത്ത് നഷ്ടത്തിൻ്റെയും സ്വത്ത് അന്വേഷണത്തിൻ്റെയും സ്വത്വബോധത്തിൻ്റെയും ഇടയിൽപ്പെട്ട് ആകുലരാകുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ കഥ. തീർച്ചയായും വായിക്കപ്പെടുന്ന ഒരു നോവലാണ് കരിക്കോട്ടക്കരി.